ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ മൂന്നാമത്തെ പെണ്ണായതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ, കാരണം സാധാരണ ക്രിസ്ത്യാനികൾക്ക് പ്രസവിച്ച് 40-ാം ദിവസം പള്ളിയിൽ പോയിട്ടേ പിന്നെ ജോലിക്ക് പോകാനോ പുറത്ത് പോകാനോ ഒക്കെ പറ്റത്തുള്ളൂ സ്ത്രീകൾക്ക്. അപ്പം 40ൻ്റെ അന്ന് പള്ളിയിൽ പോയിട്ട് എന്നെയും കൊണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോൾ അമ്മയുടെ ചേച്ചി, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഒരു അംഗവൈകല്യമുള്ളതാണ്, ചേച്ചി ചോദിച്ചു, ഒന്ന് പെണ്ണിനെ പ്രസവിച്ചുകൊണ്ട് എല്ലാം പെണ്ണിനെയും പ്രസവിച്ചിട്ട് വന്നാൽ ഇവിടെ വല്ലതും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ഈ ബസ്സിന് പൈസയൊന്നുമില്ല, നമ്മൾ നടന്നാണ് പോകുന്നത്. ഒരു 2-3 ഗ്രാമം കഴിഞ്ഞാണ് ഈ സ്കൂളിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നു പോകണം. അപ്പോൾ ഈ മഴ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അന്ന് ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ മഴ നനഞ്ഞ് അവിടെ പോകും. അപ്പോൾ ഒരു യൂണിഫോം അവിടെ കൊണ്ട് വെക്കണമെന്ന് പറയാം. പക്ഷേ ആകെ 2 യൂണിഫോമേ നമുക്ക് വാങ്ങിച്ചു തരും വീട്ടിൽ. ഒന്നിട്ടിട്ട് പോവും, അത് അടുത്ത ദിവസത്തേക്ക് നനച്ചിട്ടിട്ടാണ് നമ്മൾ അടുത്ത ഇടുന്നത്. അപ്പോൾ അങ്ങനെ നനച്ചിട്ട് മാറി മാറിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരെണ്ണം സ്കൂളിൽ കൊണ്ട് വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ മഴ നനഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ മാറാൻ. പക്ഷേ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂണിഫോം ഉണങ്ങുന്നവരെ നമ്മൾ പുറത്ത് നിൽക്കണം. പുറത്ത് നിന്നാണ് ക്ലാസ്സിൽ, അത് ഉണങ്ങിക്കഴിഞ്ഞാലേ അകത്ത് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരുപാട് വായിക്കും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അതൊരു വനിതാ ലൈബ്രറി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പിന്നെ പത്രം വരും. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് രാവിലെ പത്രം വായിക്കും, പുസ്തകം എടുത്തുകൊണ്ട് വന്ന് പുസ്തകം വായിക്കും. അങ്ങനെ ഒരുപാട് ഈ AKGയുടെ EMSൻ്റെയൊക്കെ പുസ്തകങ്ങളുണ്ട് അവിടെ. അതേപോലെ ഈ അമ്മ അറിയാൻ, മാർക്സിൻ ഗോർക്കിയുടെ അമ്മ അറിയാൻ, അങ്ങനെയുള്ള പിന്നെ ഈ മനുഷ്യനുണരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഗോദാവരി പർലേക്കർ എഴുതിയ ആദിവാസികളുടെ സമരം. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. ഒരുപാട് നോവലുകളെക്കാളും ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, നമ്മളിങ്ങനെ നിന്നാൽ മതിയോ, നമ്മുടെ നാട്ടിലും ഇതൊക്കെ മാറ്റം വേണ്ടേ? ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും മത്സ്യത്തൊഴിലാളികളായിരുന്നു. അച്ഛൻ കടലിൽ പോവും, അമ്മ ചന്തയിൽ പോയി മത്സ്യം വിൽക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ മൂന്നാമത്തതാണ്. മൂത്ത 2 ചേച്ചിമാരാണ്, ഞാൻ മൂന്നാമതാണ് ജനിച്ചത്. അത് കഴിഞ്ഞ് 5 ആൺകുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ 8 പേരാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അന്ന് ആ കാലം, ഞാൻ 1958-ലാണ് ജനിച്ചത്. എൻ്റെ ആ സമയം എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി ഇഷ്ടം പോലെ മത്സ്യം കിട്ടും, പക്ഷേ വിലയില്ല. കാരണം അന്ന് ഈ സംസ്കരണ രീതി എന്ന് പറയുന്ന പരമ്പരാഗത മത്സ്യ സംസ്കരണ രീതികളാണ്. ഉണക്കുക, വെയിലത്തുണക്കുക, പിന്നെ കുഴിയെടുത്ത് കുഴിയിൽ ഉപ്പിട്ട് ഉപ്പിടുക എന്ന് പറയും. അത്തരം രീതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ കച്ചവടക്കാരോ അതുപോലെ വലിയ കമ്പനികളൊന്നുമില്ല, മത്സ്യ സംസ്കരണ കമ്പനികളൊന്നും അന്ന് നമ്മുടെ തിരുവനന്തപുരത്തില്ല. ഉണ്ട് എനിക്ക് തോന്നുന്നു. പിന്നീട് കൊച്ചിയിൽ നീണ്ടകരയൊക്കെ അത് വന്നു. പക്ഷേ കേരളത്തിൽ ഞാൻ നോക്കുമ്പോൾ മത്സ്യബന്ധന മേഖലയിൽ ഇഷ്ടം പോലെ മത്സ്യം കിട്ടും, വിലയില്ല. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും വളരെ ദാരിദ്ര്യത്തിലും ഒക്കെയായിരുന്നു. നല്ല വീടില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, അത്തരത്തിലായിരുന്നു അന്ന് മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളൊക്കെ തന്നെ. വിദ്യാഭ്യാസത്തിന് വളരെ പുറകിലായിരുന്നു. സ്കൂളുകളെന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ പള്ളിക്കൂടങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് കൂടുതലും. സർക്കാർ സ്കൂളുകൾ വളരെ വിരളമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു നിയമസഭാ മണ്ഡലത്തിലൊന്നോ വല്ലതുമൊക്കെ കാണുള്ളൂമായിരുന്നു അന്ന്, അതിൻ്റെ ഓർമ്മ അന്ന്. അപ്പം ഞങ്ങളൊക്കെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നതും വളരെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നില്ല. ശരിക്കുള്ള ഭക്ഷണം, വസ്ത്രം, എല്ലാത്തിനും നമ്മൾ വളരെ ബുദ്ധിമുട്ടുന്നതായിരുന്നു. കാരണം അച്ഛൻ കടലിൽ പോയിട്ട് വന്നാലും അമ്മ ചന്തയിൽ പോയാലും 8 മക്കളും അച്ഛനും അമ്മയൊക്കെ ചേർന്നൊരു കുടുംബം ജീവിക്കണമെങ്കിൽ ഭക്ഷണവും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനോ പിന്നെ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞാണ് ഞാൻ വളർന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ മൂന്നാമത്തെ പെണ്ണായതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ, കാരണം സാധാരണ ക്രിസ്ത്യാനികൾക്ക് പ്രസവിച്ച് 40-ാം ദിവസം
പള്ളിയിൽ പോയിട്ടേ പിന്നെ ജോലിക്ക് പോകാനോ പുറത്ത് പോകാനോ ഒക്കെ പറ്റത്തുള്ളൂ സ്ത്രീകൾക്ക്. അപ്പം 40-ൻ്റെ അന്ന് പള്ളിയിൽ പോയിട്ട് എന്നെയും കൊണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോൾ അമ്മയുടെ ചേച്ചി വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഒരു അംഗവൈകല്യമുള്ളതാണ്. ചേച്ചി ചോദിച്ചു, ഒന്ന് പെണ്ണിനെ പ്രസവിച്ചുകൊണ്ട് എല്ലാം പെണ്ണിനെയും പ്രസവിച്ചിട്ട് വന്നാൽ ഇവിടെ വല്ലതും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ അവിടെ നിന്ന് കരഞ്ഞിട്ട് വന്നു എന്നുള്ളത് ഞാൻ കുട്ടിക്കാലം മുതലിത് കേട്ടാണ് വളരുന്നത്. അപ്പോൾ എന്തോ പെണ്ണിനെന്തോ കുഴപ്പമുണ്ട്. അതെൻ്റെ മനസ്സിൽ അമ്മയും എപ്പോഴും കരഞ്ഞത് പറയും. അത് കഴിഞ്ഞാണ് 5 ആൺപിള്ളേരുണ്ടായത്. അപ്പോൾ അത് അമ്മ എപ്പോഴും പറയുന്നത് ഞാനും കേട്ട് വളരുകയാണ്. ഞാനൊരു പെണ്ണിനെ ആയതുകൊണ്ട് എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങൾ, അത് അമ്മയുടെ മരണം വരെ അത് ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതെൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് എൻ്റെ മനസ്സിലും അത് പതിഞ്ഞു. ഞാനൊരു പെണ്ണായി എന്നുള്ള, പെണ്ണിനെന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നെ ഈ കുട്ടിക്കാലത്തെന്ന് പറയുന്ന ഈ ആൺകുട്ടികളുമായിട്ട് നമ്മൾ കളിക്കാനൊന്നും അധികം സമ്മതിക്കത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഇളയത് ആൺകുട്ടികളായതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ആൺകുട്ടികൾ കളിക്കുന്ന കളികളൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ തന്നെ എന്നെ ഇങ്ങനെ വീട്ടിലിങ്ങനെ അടിച്ച്, അമ്മയും അച്ഛനേക്കാളും അമ്മയുടെ സഹോദരൻ മാമനാണത് ഭയങ്കര കർശനമായിട്ട് നമ്മളെ അടിച്ച് അമർത്തി വയ്ക്കുന്നത്. ആൺകുട്ടികൾക്ക് എന്തും ആകാം, പെൺകുട്ടികൾക്ക് അതൊന്നും ആ കളികളൊന്നും പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ ഞാൻ പഠിച്ചതും എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മത്സ്യങ്ങൾ അമ്മ ചന്തയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇളയ കുട്ടികളെ നോക്കാൻ മൂത്ത ആൾ സ്കൂളിൽ പോകാതെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി പഠിക്കാൻ പോയി, രണ്ടാമത്തെ ചേച്ചി 4-ാം ക്ലാസ്സായപ്പോൾ നിർത്തി. അപ്പോൾ എന്നെ കൂടെ സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് ഈ ചേച്ചിമാർ സ്കൂളിലിരിക്കുന്നത്. എന്നെ പുറത്തിരുത്തിയിട്ട് അവർ പ്രൈമറി സ്കൂളിൽ. അപ്പോൾ അവിടുത്തെ അധ്യാപകൻ എന്നെ ക്ലാസ്സിലിരുത്തി. അപ്പോൾ എനിക്കവിടെ അഡ്മിഷനൊക്കെ പുള്ളി തന്നെ അങ്ങ് ആക്കി. അപ്പോൾ 4-ാം ക്ലാസ്സായപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചി പഠിത്തം നിർത്തി. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും വേണമെന്നുള്ള, ഇളയ കുട്ടികളെ നോക്കണം. അപ്പം മൂത്ത ചേച്ചി പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു, പിന്നെ അനിയന്മാരൊക്കെ സ്കൂളിൽ ചേർക്കുന്നു. പക്ഷേ സ്കൂളിൽ നമ്മൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നും ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. കാരണം അച്ഛൻ കടലിൽ പോവും, അമ്മ ചന്തയിൽ പോവും. പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല. നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പോകണമെങ്കിലും പിന്നെ നമ്മളെ കുളിപ്പിക്കുകയോ സ്കൂളിൽ വിടുകയോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പോകണ്ട. അതായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ. അപ്പം ഞാൻ 4-ാം ക്ലാസ് വരെ ഒരു സർക്കാർ പ്രൈമറി സ്കൂളിലാണ് പഠിച്ചത്. 5 തൊട്ട് 7 വരെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ, അത് പിന്നെ ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലായിരുന്നു. 7 കഴിഞ്ഞ് 8-ാം ക്ലാസ് ആയപ്പോഴത്തേക്കും പിന്നെ ഒരു കോൺവെൻറ്റ് സ്കൂളായി. പ്രൈവറ്റ് സ്കൂളാണ് ഗവൺമെൻറ്. അവിടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഹൈസ്കൂൾ അവിടെയാണ്. അപ്പോൾ ഈ 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ അധ്യാപകരൊക്കെ എന്നോട് വളരെ, കാരണം ഞാൻ നല്ല പ്രസംഗിക്കാനായിരുന്നാലും പിന്നെ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുകയൊക്കെ നല്ല മിടുക്കിയായിട്ട് വന്ന ഒരാളാണ്. പക്ഷേ ഈ 8-ാം ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കളോടൊരു വിവേചനം നമുക്ക് മനസ്സിൽ തന്നെ കാണാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അവിടെ യൂണിഫോം വേണം, പിന്നെ രാവിലെ സ്കൂളിൽ, അവിടെ കോൺവെൻറ്റ് സ്കൂളായതുകൊണ്ട് തന്നെ വേദപാഠം പഠിക്കാൻ പോകണം. അപ്പോൾ ഇതൊന്നും നമ്മൾ ഈ ബസ്സിന് പൈസയൊന്നുമില്ല, നമ്മൾ നടന്നാണ് പോകുന്നത്. ഒരു 2-3 ഗ്രാമം കഴിഞ്ഞാണ് ഈ സ്കൂളിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നു പോകണം. അപ്പോൾ ഈ മഴ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അന്ന് ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ മഴ നനഞ്ഞ് അവിടെ പോകും. അപ്പോൾ ഒരു യൂണിഫോം അവിടെ കൊണ്ട് വയ്ക്കണമെന്ന് പറയാം. പക്ഷേ ആകെ 2 യൂണിഫോമേ നമുക്ക് വാങ്ങിച്ചു തരും വീട്ടിൽ. ഒന്നിട്ടിട്ട് പോവും, അത് അടുത്ത ദിവസത്തേക്ക് നനച്ചിട്ടിട്ടാണ് നമ്മൾ അടുത്ത ഇടുന്നത്. അപ്പോൾ അങ്ങനെ നനച്ചിട്ട് മാറിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരെണ്ണം സ്കൂളിൽ കൊണ്ട് വയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ മഴ നനഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ മാറാൻ. പക്ഷേ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂണിഫോം ഉണങ്ങുന്നവരെ നമ്മൾ പുറത്ത് നിൽക്കണം. പുറത്ത് നിന്നാണ് ക്ലാസ്സിൽ, അത് ഉണങ്ങിക്കഴിഞ്ഞാലേ അകത്ത് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, എത്ര കഴിവുള്ളവരായിരുന്നാലും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മളൊരു മൂലയ്ക്കങ്ങ് ഒതുക്കുന്ന ഒരു രീതിയാണ്, ഒരു മീൻമണം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അത് 8-9 ആയപ്പോഴത്തേക്കും ഞാൻ ഇനി 10 ആ സ്കൂളിൽ പഠിക്കുന്നില്ല. കാരണം എന്തെങ്കിലും നമ്മൾ താമസിച്ചിരുന്നാൽ വീട്ടിൽ നിന്ന് അച്ഛനെയോ അമ്മയോ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അവർക്ക് 2 പേർക്കും വരാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ തൊഴിലിന് പോയില്ലെങ്കിൽ കുടുംബം പോറ്റണ്ടേ, അതുകൊണ്ട് അവർ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ
9ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും 10ലാണെങ്കിൽ പരീക്ഷ 9ലെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 10ലോട്ട് ഇതേപോലെ എന്തോ പ്രശ്നമായതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും വരാത്തതുകൊണ്ട് ഞാൻ സ്വയം നിർത്തി. എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സോടെ അവിടെ ഞാനങ്ങ് നിർത്തി. പരീക്ഷ എഴുതിയില്ല, ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ അടുത്ത ഗ്രാമത്തിൽ ഒരു മത്സ്യത്തൊഴിലാളികൾ, ആളില്ലാത്ത എന്നാണ് ആ സ്ഥലത്തിന് പേര്. ആളുകളൊന്നുമില്ല, വളരെ കുറച്ച് ആളുകളെ അവിടെ ഉള്ളൂ. ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. അപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ ഭാഗത്തും വടക്കൻ ഭാഗത്തും ആളുകൾ വളരെ തിങ്ങി ഞെരുങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്നുള്ളവർ, വീടില്ലാത്ത ആൾക്കാർ, കുടുംബങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരം രൂപതാ ബിഷപ്പ്, അന്നത്തെ ബിഷപ്പായിരുന്നു പീറ്റർ ബെർണാഡ് പെരേര, തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു പുതിയ ഗ്രാമം സൃഷ്ടിച്ചു. ആളില്ലാത്ത അവിടെ ആളുകളെ കൊണ്ടുവന്ന് അഞ്ചുതെങ്ങ് മേഖലയിൽ നിന്നും വിഴിഞ്ഞം, പൂവാർ, പുല്ലുവിള, അങ്ങോട്ട് പുഴയൂർ, കൊല്ലംകോട് നിന്നൊക്കെയുള്ള കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് കോളനി എന്നാണ് പറയുന്നത്. 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും 2 റൂമും ഒരു വരാന്തയും ഒരു അടുക്കളയും പിന്നെ ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർത്താൻ വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റും കക്കൂസും കുളിമുറിയും പിന്നെ ഈ ഹാൻഡ് പൈപ്പ് ഒക്കെ വെച്ച് അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് ജൈവ വേലിയൊക്കെ കെട്ടിയാണ് ഈ 10 സെൻറ്റ് സ്ഥലം അവർക്ക് തരം തിരിച്ച് കൊടുക്കുന്ന. ഓരോ വീടിനും 10 സെൻറ്റ് വീടുമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമം അവിടെ സൃഷ്ടിച്ചിട്ട് അവിടെ ഈ വിദേശത്തു നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകർ, ഇറ്റലിയിൽ നിന്നൊക്കെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഗ്രാമത്തിൽ പുതിയൊരു ഗ്രാമം സൃഷ്ടിച്ച് ആ ഗ്രാമത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പലതരം ആൾക്കാരാണ്. കാരണം പല ഗ്രാമങ്ങളിലുള്ളവരാണ്, പല സ്വഭാവങ്ങളുള്ളവരാണ്, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, ഒരു ഗ്രാമത്തിൽ ജീവിച്ചവരല്ലേ. അപ്പോൾ ഒരു പുതിയ ഗ്രാമം സൃഷ്ടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഈ മത്സ്യബന്ധന രീതി ഇവരുടെ വ്യത്യാസമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ ഒന്നുണ്ടായിരുന്നു മത്സ്യബന്ധന രീതി എന്ന് പറയുന്നത് കമ്പവല എന്ന് പറയും. കമ്പവലയും തട്ടുമടി, നത്തോലി വല, ഇങ്ങനെയുള്ള ചാളവല, അങ്ങനെയുള്ളതാണ് പലതരം മത്സ്യങ്ങൾ പിടിക്കുന്ന. കരയിൽ കൂടുതലും ഉൾക്കടലിൽ പോയി ഒത്തിരി ആയാസപ്പെട്ടുള്ള ജോലിയല്ല. അപ്പോൾ അങ്ങനെയുള്ള പണിയായിരുന്നു. പക്ഷേ ഇവർ കുറച്ചുകൂടെ വന്നിട്ട് ഇവർ ചൂണ്ട പണിക്കാരാണ് ഈ വന്നവരൊക്കെ. അപ്പോൾ അവർ ചൂണ്ടപ്പണി, അവർ ഉൾക്കടലിൽ പോകും, അവർക്ക് എപ്പോഴും മീൻ കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ഗ്രാമങ്ങളിലുള്ളവർക്ക് ഇവരോടൊരു വിരോധം. പിന്നെ ഇവർ തെക്കിൽ നിന്ന് വന്നവരുണ്ട്, ഇവരെ തെക്കരെന്നാണ് വിളിക്കുന്നത്. ഒരു ഗ്രാമപ്പേര് പറഞ്ഞു, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി, തെക്കന്മാരെന്ന് തെക്കത്തികളെന്നാണ് പറയുന്നത്. എന്തോ ഒരു ഇവരെന്താണെന്ന് വെച്ചാൽ അത് അവിടെയും ഞാൻ അത് മനസ്സിലാക്കിയെടുത്തോളം അവർ അവിടെയും വളരെ വീടും സ്ഥലമൊന്നുമില്ലാതെ വളരെ തിരസ്കൃതരായിട്ട് കിടന്ന മനുഷ്യരാണ്. അപ്പോൾ അവരിവിടെ വന്ന് ഈ ജോലിയൊക്കെ ചെയ്ത് ഇവർക്ക് വീടുണ്ട്, അതിനുവേണ്ടി പൈസ എടുക്കണ്ട. പിന്നെ അവിടെ തന്നെ പല സ്ഥാപനങ്ങളും തുടങ്ങി, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം. അപ്പോൾ ഇവർ വന്ന് ഈ ചൂണ്ടപ്പണിയൊക്കെ ചെയ്ത് മത്സ്യം പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇടനിലക്കാർ ഇവരുടെ മത്സ്യം എടുക്കാൻ വേണ്ടിയുള്ള ഒരു ചൂഷണം അവിടെ ഉണ്ട്. ഒരു ഉടമ അടിമ. കാരണം ഇവർക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ ഇടാൻ പൈസ കൊടുക്കും, എന്നിട്ട് വിൽപ്പന അവകാശം അവർക്കായിരിക്കും കൊടുക്കുന്ന ആൾക്ക്. അത് അവിടെ തന്നെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി സഹകരണ സംഘങ്ങൾ ഇവർ പിടിച്ചുകൊണ്ടുവരുന്ന മീൻ സംഘം മുഖേന വിൽക്കുകയും ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സംഘത്തിൽ വന്ന് പൈസ വാങ്ങിക്കാം, ലേലം ചെയ്യാൻ ആൾക്കാരുണ്ട്. ഒരു സഹകരണ സംഘമായിട്ട് അവിടെ അത് പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി മഹാസമാജങ്ങൾ, പിന്നെ കുട്ടികൾ, ഈ അമ്മമാരൊക്കെ ചന്തയിൽ പോകുമ്പോൾ കുട്ടികളെ നോക്കാൻ ക്രഷ്, നഴ്സറി, അങ്ങനെയുള്ള സംവിധാനങ്ങൾ. പിന്നെ വീടുകൾ. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം അവിടെ വാങ്ങിയിട്ടിട്ടുണ്ട് ഈ രൂപത. അപ്പോൾ ഈ സ്ഥലത്ത് വീട് പണിയാൻ ആളുകൾക്ക് വീട് പണിത് കോളനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അന്ന് കോളനി എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തിന് മരിയനാടെന്ന് പേരും കൊടുത്ത്, മരിയനാട് എന്ന് പറഞ്ഞ് പേരും കൊടുത്ത് അവിടെ അപ്പം ഇത് ഭവന നിർമ്മാണ സഹകരണ സംഘം. അപ്പോൾ ആ സംഘത്തിലൂടെ വീട് വയ്ക്കാൻ, സ്ഥലം വാങ്ങിക്കാനൊക്കെ ഇവർക്ക് സ്ഥലം അവിടെ തന്നെയുണ്ട്. അപ്പോൾ സ്ഥലം വിലക്ക് കൊടുക്കുന്നു, ഇവർ ലോണായിട്ട് തിരിച്ചടച്ചാൽ മതി, ഇവർക്കവിടെ വീട് വയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരു പുതിയ ഗ്രാമം സൃഷ്ടിച്ചതാണത്. ഒരു കേരളത്തിൽ എനിക്കോട് ആദ്യമായിട്ട് അങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊരു ഗ്രാമം സൃഷ്ടിച്ചു. അപ്പോൾ അവിടെ വന്ന സാമൂഹ്യ പ്രവർത്തകർ ചെയ്തത് 10ാം ക്ലാസ് വരെ പഠിച്ച
യുവതികളെ എടുത്തുകൊണ്ട് അവർക്ക് 6 മാസത്തെ ഒരു പരിശീലനം, ഇതേപോലെ സാമൂഹ്യ സേവനം, അന്ന് ആക്ടിവിസം ഇല്ല, സാമൂഹ്യ സേവനം ചെയ്യാൻ വേണ്ടി ഗ്രാമങ്ങളിൽ നേഴ്സറി, മഹിളാ സമാജം, പിന്നെ അതോടൊപ്പം തന്നെ നേഴ്സറികൾ, പിന്നെ ക്രെഡിറ്റ് യൂണിയൻ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമായിരുന്നു. അപ്പം ഞാൻ ഈ 10ാം ക്ലാസ്സൊക്കെ ആയി പരീക്ഷ അങ്ങനെ പൂർത്തിയാക്കാതെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി അതിനു മുമ്പ് 2 വർഷത്തിന് മുമ്പ് അവിടെ ഈ പരിശീലനത്തിന് പോയിരുന്നു. അപ്പോൾ പരിശീലനത്തിന് പോയിട്ട് വന്നിട്ട് പുള്ളി അവിടെ ഒരു നേഴ്സറി സ്കൂള്, പള്ളിയുടെ ഭാഗമായിട്ട് തന്നെ നേഴ്സറി സ്കൂൾ തുടങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി, ഈ പഠിത്തം നിർത്തി കഴിഞ്ഞ് വേറൊന്നും ചെയ്യാനില്ലല്ലോ, അപ്പം ഞാൻ അവിടെ ആ ചേച്ചിയുടെ കൂടെ അവിടെ പോയി ഇരിക്കും. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, അവിടെ ഇങ്ങനെ അടുത്ത ഒരു 4ാമത്തെ ബാച്ച് അവിടെ തുടങ്ങുന്നുണ്ട്. 10ാം ക്ലാസ്, ആ ചേച്ചിയും 10ാം ക്ലാസ് തോറ്റതാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ്സിൽ എത്തിയില്ലല്ലോ, അത് സാരമില്ല, പള്ളിയിൽ നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് വാങ്ങിച്ച് നിങ്ങൾ പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേര് പോയി അവിടുത്തെ ട്രെയിനിങ്ങിന് വേണ്ടി കത്തുമായിട്ട് അവിടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് അതിൽ എന്നെ തിരഞ്ഞെടുത്ത്, വേറൊരാൾ, ഞങ്ങൾ 2 പേരെ തിരഞ്ഞെടുത്ത്. അപ്പോൾ 6 മാസത്തെയാണ് കോഴ്സ്. അവിടെ നിന്ന് നമ്മൾ പഠിക്കണം, അവിടെ നിന്ന് എന്നെ താമസിച്ചുകൊണ്ട് പഠിക്കേണ്ട കോഴ്സായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ വീട്ടിലാകെ പ്രശ്നം. കാരണം എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ്, 2ാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ്, അപ്പോൾ പിന്നെ വീട്ടിൽ അമ്മ ചന്തയിലൊക്കെ പോകുമ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ട ഞാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഒരുപാട് വായിക്കും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അതൊരു വനിതാ ലൈബ്രറി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പിന്നെ പത്രം വരും. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് രാവിലെ പത്രം വായിക്കും, പുസ്തകം എടുത്തുകൊണ്ട് വന്ന് പുസ്തകം വായിക്കും. അങ്ങനെ ഒരുപാട് ഈ AKGയുടെ EMSൻ്റെയൊക്കെ പുസ്തകങ്ങളുണ്ട് അവിടെ. അതേപോലെ ഈ അമ്മ അറിയാൻ, മാർസിൻ ഗോർക്കിയുടെ അമ്മ അറിയാൻ, അങ്ങനെയുള്ള, പിന്നെ ഈ മനുഷ്യനുണരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഗോദാവരി പർലേക്കർ എഴുതിയ ആദിവാസികളുടെ സമരം. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. ഒരുപാട് നോവലുകളെക്കാളും ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, നമ്മളിങ്ങനെ നിന്നാൽ മതിയോ, നമ്മുടെ നാട്ടിലും ഇതൊക്കെ മാറ്റം വേണ്ടേ, വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ പുറകിലാണ് ഒക്കെയുള്ള ഇത്. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായിരുന്നാലും ഞാൻ പോകും. അപ്പോൾ മാസം 25 രൂപയാണ് അവിടെ ഫീസ് കൊടുക്കേണ്ടത്, 25 or 10 രൂപയാണ്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ബോംബെയിലായിരുന്നു ജോലി ചെയ്യുന്നത്, ചേച്ചി അവിടെയാണ്. അപ്പം പറഞ്ഞു, ഞങ്ങൾ അയച്ചു തരാം. അപ്പോൾ ആ ചേച്ചിയുടെ ഭർത്താവിനെ എന്നെ പഠിപ്പിക്കാൻ ഭയങ്കര നിർബന്ധമായിരുന്നു, പഠിക്കണമെന്ന് പറഞ്ഞു. അവർ ശരി, നീ ആ കോഴ്സ് അതിന് പോകുന്നുണ്ടെങ്കിൽ, ആ ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ ഞാൻ എല്ലാ മാസവും പൈസ അയച്ചു തരാം. അങ്ങനെ എങ്ങനെയോ എനിക്ക് സമ്മതം കിട്ടി. ഞാൻ ആ 6 മാസത്തെ കോഴ്സിന് ചേർന്ന്. അതെൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കരമായിട്ടൊരു മാറ്റം, എന്നെ തന്നെ മാറ്റി മറിച്ചൊരു പരിശീലനമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ചുള്ള ഒരു സാമൂഹ്യ വിശകലനം, പിന്നെ ഒരു ചരിത്രപരമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള അവസ്ഥ, കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അങ്ങനെ ഒരു ചരിത്രപരമായ വിശകലനവും ഒരു സാമൂഹ്യ വിശകലനമുള്ള ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ നേഴ്സറി സ്കൂള്, മഹിളാ സമാജം, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സുകളും, പിന്നെ അക്കൗണ്ടൻസി, ക്രെഡിറ്റ് യൂണിയനൊക്കെ നടത്തണമെങ്കിൽ അക്കൗണ്ട് പഠിക്കണമല്ലോ, അപ്പോൾ അക്കൗണ്ടൻസിയുടെ ക്ലാസ്, പിന്നെ ഇതിൻ്റെ ഹോം സയൻസ്, എങ്ങനെയാണ് നമ്മൾ ഒരു വീട് പരിപാലിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും നമ്മൾ ആഴ്ചതോറും ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു ഗ്രൂപ്പായിരിക്കും, ക്ലീനിങ്ങിന് ഒരാളായിരിക്കും, പിന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ, അങ്ങനെ പലതരം ക്ലാസ് റൂമൊക്കെ അറേഞ്ച് ചെയ്യാൻ, അങ്ങനെ പലതരത്തിൽ നമ്മളെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക ആ മാസം. അപ്പോൾ നമുക്ക് പാചകം പഠിക്കും, അതോടൊപ്പം തന്നെ വീടെങ്ങനെ പരിപാലിക്കുക എന്നുള്ളത്, കൃഷി, അടുക്കളത്തോട്ടം, അങ്ങനെയുള്ള പല പരിപാടികൾ നമ്മൾ. അതോടൊപ്പം തന്നെ നേഴ്സറിയിൽ പോയി, രാവിലെ ക്ലാസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നേഴ്സറിയിൽ പോയി പ്രാക്ടിക്കൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ക്ലാസ് ആണെങ്കിൽ രാവിലെ നമുക്ക് നേഴ്സറിയിൽ പോകാം. അങ്ങനെ ഇത്. പിന്നെ അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു, അവിടെ പോകാം, അതിൽ പോയി പ്രാക്ടീസ് ചെയ്യാം, ആ സൊസൈറ്റികളിൽ പോകാം. ഇങ്ങനെ നമുക്ക് ആഴ്ചതോറും മാറി മാറി ഈ സ്ഥാപനങ്ങളിൽ പോയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ 6 മാസത്തെ കോഴ്സ്, പിന്നെ നമ്മൾ നമ്മുടെ കൂടെ പരിശീലനത്തിന് വന്നവരുടെ ഗ്രാമങ്ങൾ കാണാൻ നമ്മളെ കൊണ്ടുപോകും.
അവരുടെ വീടും. അപ്പം ഞാൻ ഈ പുല്ലുകളെയൊക്കെ ഞങ്ങളുടെ കൂടെ പുല്ലുകള പൊഴിയൂർ കൊല്ലംകോടൊക്കെ ഞങ്ങളുടെ കൂടെ പരിശീലനത്തിലുണ്ടായിരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രാമങ്ങളിലൊക്കെ പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലമെന്ന് പറഞ്ഞാൽ റോഡ് തൊട്ട് കടപ്പുറം വരെ ഞങ്ങളുടെ സ്ഥലമായിരിക്കും. എല്ലാവർക്കും സ്ഥലമുണ്ട്. എല്ലാവർക്കും അന്ന് ഓലമേഞ്ഞ വീടാണെങ്കിലും കല്ലുകൊണ്ട് കെട്ടി ഓലമേഞ്ഞ വീടാണെങ്കിലും എല്ലാവർക്കും വീടുണ്ട്, എല്ലാവർക്കും കിണറുണ്ട്. മനസ്സിലായോ? പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒരു വീട് അടുത്തടുത്ത് വീടാണ്. ഇവിടുത്തെ വെള്ളം കഴുകി ഒഴിക്കുന്ന അടുത്ത വീട്ടിന് മുറ്റത്തായിരിക്കും എന്നും വഴക്കാം. പിന്നെ ഈ കുഞ്ഞുങ്ങളും പന്നിയും ഒക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. എല്ലാവരും തിങ്ങി ഞെരുങ്ങി താമസിക്കുന്നതും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത. അപ്പോൾ ഞാൻ ഈ പരിശീലനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അവിടുത്തെ മരിനാട് തന്നെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ അവിടെ ഒരു വല കെട്ടുന്ന പിള്ളേരുണ്ട്, പെൺപിള്ളേർ. അവർ വിദ്യാഭ്യാസമൊന്നുമില്ല, ഇങ്ങനെ വന്നവിടെ താമസിക്കും. അപ്പം അവർക്ക് അന്ന് അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അക്ഷരം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ള, ഞാനെന്ന വ്യക്തി എന്താണെന്നും ആ വ്യക്തിയുടെ സവിശേഷതകൾ, അങ്ങനെ ഉള്ള പല കാര്യങ്ങളും, അങ്ങനെ ഒരു മൊഡ്യൂളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് എന്നെ അവിടെ എടുത്തു. അന്ന് ഇത്ര 150 രൂപ മാസം അവർ അവിടെ നിന്ന് തരും ഈ പരിശീലനം കഴിഞ്ഞപ്പോൾ. എൻ്റെ കൂടെ ട്രെയിനിങ് കഴിഞ്ഞ ആൾ ഞങ്ങളുടെ തന്നെ അവിടുത്തെ നേഴ്സറിയിൽ നേഴ്സറി ടീച്ചറായിട്ട് തന്നെ ഇടുക. അങ്ങനെ അവിടെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ചേച്ചി 2 പേരും കല്യാണം കഴിഞ്ഞു അവരുടെ. അപ്പോൾ അവിടെ നേഴ്സറിയിലേക്ക് ടീച്ചറില്ല. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നേഴ്സറി ടീച്ചറായിട്ട് വന്നു. ആ സമയത്ത് ഒരു 78 ആയപ്പോഴത്തേക്കാണ് ഈ മഹിളാ സമാജങ്ങൾ, അന്ന് ഈ മരിനാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിലുണ്ടായിരുന്ന സാമൂഹ്യ പ്രവർത്തകർ, വിദേശത്തു നിന്നുള്ളവരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ MSW കഴിഞ്ഞവരും MA സോഷ്യോളജി കഴിഞ്ഞവരും ഒക്കെ ഇന്ത്യയുടെ അകത്തു നിന്നുള്ള പല സ്ഥലത്തു നിന്നും കേരളത്തിൽ നിന്നുള്ളവരും ഒക്കെ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയായിരുന്നു, പ്രവർത്തനത്തിന് വന്നിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ അന്ന് ബിഷപ്പ് പീറ്റർ ബെർണാഡ് പെരേര സുഖമില്ലാതൊക്കെ ഇപ്പോൾ പുള്ളി പറഞ്ഞ്, ഞാനിനി എൻ്റെ കാലശേഷം നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പ്രോഗ്രാം ഫോർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 78 അത് രജിസ്റ്റർ ചെയ്ത് സിറ്റിയിൽ ഒരു കെട്ടിടമൊക്കെ വാങ്ങിച്ച് അവിടെ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൂടെ ആലോചിച്ച് ഈ മഹിളാ സമാജങ്ങളിലെ കമ്മിറ്റികളെ ഉള്ള സ്ത്രീകളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടണം. എന്താണ് ഇവരുടെ അടിസ്ഥാന എല്ലാം മത്സ്യക്കച്ചവട സ്ത്രീകളാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ 78 ഡിസംബർ 30 ഈ മഹിളാ സമാജം കമ്മിറ്റികളുടെ ഒരു യോഗം ഈ PCO സെൻറ്ററിൽ വെച്ച്, പ്രോഗ്രാം ഫോർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സെൻറ്ററിൽ വെച്ച് വിളിച്ച് അവിടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുള്ള കമ്മിറ്റിക്കാർ മഹിളാ സമാജം കമ്മിറ്റിയൊക്കെ പോയി. അപ്പോൾ അവരുടെ ആവശ്യമില്ല, എല്ലാ സ്ഥലത്തു നിന്നും ഞങ്ങൾ ഈ പരിശീലനം കഴിഞ്ഞ യുവതികൾ പോയി എല്ലാ ഗ്രാമങ്ങളിലും മഹിളാ സമാജം തുടങ്ങി. അതോടൊപ്പം തന്നെ പുല്ലുവിള മേഖലയിൽ ഒരു സിസ്റ്റേഴ്സ് വന്ന് അവർ പ്രവർത്തനം തുടങ്ങി. അഞ്ചുതെങ്ങ് മേഖലയിൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സും ഫാദർ തോമസ് കോച്ചേരിയൊക്കെ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ട് സ്ത്രീകൾ ആവശ്യപ്പെട്ട അവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെങ്കിൽ അവർക്ക് യാത്രാ സൗകര്യം, മത്സ്യം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനുള്ള യാത്രാ സൗകര്യമാണ് അവരുടെ അടിയന്തരമായിട്ട് അവരുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ചന്തകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ. അന്ന് ഈ ചന്തകളിലൊന്നും യാതൊരു മത്സ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ വെയിലായിരുന്നാലും മഴയായിരുന്നാലും അവിടെ അവരിരുന്ന് വിൽക്കണം. അതേസമയം മറ്റ് കച്ചവടക്കാർക്കെല്ലാം ചെറിയ ഷെഡൊക്കെ ഉണ്ട്. ഇവർക്ക് പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ യാതൊരു സൗകര്യമില്ല, വെള്ളമില്ല, കക്കൂസില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിമാൻഡ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് പട്ടയം. പുറമ്പോക്ക് ഭൂമിയിലാണ് വീടുകൾ, അപ്പോൾ അവർക്ക് പട്ടയം കിട്ടുക. അങ്ങനെ അപ്പോൾ ഈ 3 ഡിമാൻഡും വെച്ചുകൊണ്ട് ആണ് ഇവർ പറഞ്ഞത് നമുക്ക് പ്രവർത്തിക്കാം, ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളത്. അപ്പോൾ നമുക്കറിയത്തില്ല ചന്തകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ചന്തകളിൽ ഏത് സമയമാണ് ചന്ത കൂടുന്നത്, അതേപോലെ റൂട്ട് ബസ്സിന് ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ബസ് വേണമെങ്കിൽ ഏതൊക്കെ റൂട്ടെന്ന് പറയണം. അപ്പം നമുക്കൊരു കമ്മിറ്റി എടുക്കാം.
അങ്ങനെ ആ കമ്മിറ്റി എടുത്തപ്പോൾ ആ കമ്മിറ്റിയിൽ ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് ഞാനാണ് ആ കമ്മിറ്റിയിൽ വന്നത്. അപ്പോൾ ഈ കമ്മിറ്റി ഒരു 3 മേഖലാ കൺവീനർമാരെ എടുത്ത് ഒരു ചെറിയ കമ്മിറ്റിയും എടുത്തിട്ട് ഇത് പഠിക്കാമെന്നുള്ള എത്ര സ്ത്രീകൾ ചന്തയിൽ പോകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, ഏതൊക്കെ ചന്തകളുടെ സമയം, പിന്നെ പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയവും, അങ്ങനെ ഒരു റൂട്ട് മാപ്പും ഒക്കെ ഉണ്ടാക്കി ഒരു പഠനം നടത്തി, ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി ഞങ്ങൾ തീരപ്രദേശത്ത് മുഴുവൻ ഒരു പഠനം നടത്തി നമ്മളൊരു നിവേദനം തയ്യാറാക്കി 80 ആയപ്പോഴത്തേക്കും നമ്മൾ സർക്കാരിന് സമർപ്പിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു ഈ മണക്കുന്ന സാധനങ്ങളൊന്നും ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ ആണെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും കുറച്ച് ക്രഷുകളും അംഗൻവാടികളും ഒക്കെ തുടങ്ങാം. പിന്നെ കുട്ടികളുടെ ഇത് തുടങ്ങാം. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ നമുക്ക് അന്ന് കുട്ടികളൊക്കെ ഒരു വിളറി വെളുത്ത്, പിന്നെ ശരിക്കുള്ള ഭക്ഷണം പോഷകാഹാരം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഈ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണല്ലോ വളരുന്ന മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനായിട്ട് സബ് സെൻറ്ററുകൾ, എല്ലാ ഗ്രാമങ്ങളിലും ഓരോ സബ് സെൻറ്ററുകൾ ഹെൽത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല, എന്ന് വെച്ചാൽ ഞങ്ങളൊരു തൊഴിലാളികളാണ്. അന്ന് മത്സ്യത്തൊഴിലാളി എന്നൊന്നും പറയില്ല, മുക്കവന്മാരും എന്നാണ് പറയുന്നത്. അതേപോലെ ഈ ഹിന്ദുക്കളെയൊക്കെ അരയന്മാരെന്ന് പറയും, അങ്ങോട്ട് ആലപ്പുഴ ആ ഭാഗത്ത്, കൊല്ലം ആ ഭാഗത്തൊക്കെ അരയന്മാരെന്ന് പറയും, ക്രിസ്ത്യാനികളെ മുക്കോത്തികളും. അപ്പോൾ ഇവരെ വീടുകളിൽ പോലും മീനുമായിട്ട് പോയി കഴിഞ്ഞാൽ പോലും വീട്ടിനകത്ത് പാത്രത്തിൽ വെള്ളമൊന്നും കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വളരെ നികൃഷ്ടരായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു വിഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊരു തൊഴിലാണ്, അപ്പോൾ ഇവർ തൊഴിലാളികളാണ്, ഇവർ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. അപ്പോൾ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണെന്നത്. അങ്ങനെ അത് ചർച്ച ചെയ്ത് ഒന്നും ആയില്ല. അപ്പോൾ ഞങ്ങൾ സമരത്തിലോട്ട് പിന്നെ എല്ലാ ഗ്രാമങ്ങളിലും സ്ത്രീകളുടെ ഗ്രൂപ്പുകളുണ്ടാക്കി, സ്ത്രീകളുടെ സംഘാടനം നടത്തി മത്സ്യക്കച്ചവടം ചെയ്യുന്നു. സമാജം എന്ന് പറയുമ്പോൾ ഒരു 10-25 പേരേ ഉള്ളൂ. ഇതാ ഗ്രാമത്തിലുള്ള മുഴുവൻ മത്സ്യ വിപണനം നടത്തുന്ന സ്ത്രീകളെ വിളിച്ചു കൂട്ടി അവരുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ നമ്മൾ പൈസയൊക്കെ പിരിച്ച് നിവേദനമൊക്കെ കൊടുത്ത് പിന്നെ സമരത്തിലോട്ട് പോയി. 80-ൽ ഒക്കെ സമരം തുടങ്ങി. 81-ൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് ഇവിടെ തുടങ്ങുന്ന തീരദേശ വനിതാ സംഘടന എന്നാണ് അന്ന് പേര് കൊടുത്തത്. അപ്പോൾ ട്രേഡ് യൂണിയനും തുടങ്ങിയിട്ടില്ല. അന്ന് സ്ത്രീകളാണ് ആദ്യമായിട്ട് സമരം ചെയ്യുന്നേക്ക്. അന്നൊരു 5 തെങ്ങ് ബോട്ട് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് 5 തെങ്ങിൽ ARC പദ്ധതിയുടെ ഭാഗമായിട്ട് ബോട്ട് കൊടുത്തത് ശരിക്കും പ്രവർത്തിക്കാതെയൊക്കെയായി. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ജപ്തി നടപടികളൊക്കെ വന്ന് അങ്ങനെ ആ ബോട്ട് കിട്ടിയ ആൾക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു 5 തെങ്ങ് ബോട്ട് വർക്കേഴ്സ് യൂണിയൻ ഉണ്ടാക്കി. അവർ ഈ ജപ്തി കടം എഴുതി തള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സമരം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളാണ് ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം തുടങ്ങുന്നത്. അങ്ങനെ 81-ൽ അധികാരത്തിൽ വന്ന സർക്കാർ സ്പെഷ്യൽ ബസ് അനുവദിച്ചു, EK9R സ്പെഷ്യൽ ബസ് അനുവദിച്ചു. അപ്പം നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന കണക്ക് നമ്മുടെ ശബ്ദം എന്തുമാത്രം നമ്മൾ ഉയർത്തിയാൽ മാത്രമേ നമ്മളുടെ അവകാശം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള